നിങ്ങളുടെ ഷെയറിംഗ് ഫസ്റ്റ് കേൾക്കാൻ. ഗുഡ് ഈവനിങ് എവറി വൺ ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ യൂട്യൂബ് വ്യൂവേഴ്സ്. നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ക്ലാസ്സിലുള്ളവരും അവിടെ പോയി വീഡിയോ കാണുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. കാരണം ഇവിടെ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കാത്തവർ ഒന്നുകൂടി അവിടെ പോയി കാണുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിൽ കാര്യങ്ങൾ പോകട്ടെ. അതിലൂടെ എനിക്ക് കൂടുതൽ നിങ്ങൾ എപ്പോഴും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഒന്നിവിടെ ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങളാണ് എൻ്റെ ക്ലാസിന്റെ അല്ലെങ്കിൽ ഞാൻ നൽകുന്ന ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഉണ്ടാവേണ്ടത് എന്ന് എല്ലാവരും. നിങ്ങൾ അവിടെ യൂട്യൂബിന്റെ താഴെ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കാം, എന്തോ ആവാം. ആ ചോദ്യങ്ങൾ എത്ര കിട്ടുന്നുവോ അത്രയുമാണ് നമുക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക്, അറിവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കുന്നത്. കാരണം ഞാനൊരു കൃത്യമായി എപ്പോഴും അന്വേഷിയാണ്. എൻ്റെ ജീവിതം തന്നെ അന്വേഷി എന്നാവാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടുമ്പോൾ അതിൽ കയറി അന്വേഷിക്കുക എന്നുള്ളത് എൻ്റെ എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഇന്നിപ്പോ കുറേ നേരം സമയം കിട്ടിയപ്പോ പോയത് പുതിയൊരു കണ്ടുപിടുത്തമുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് പോകാം. നമ്മുടെ പീനിയൽ ഗ്ലാൻഡിനകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു അല്ലെ, ഒരു ഡയമണ്ട് എന്നല്ല, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട് എന്നുള്ളതാണ് ന്യൂറോ സയൻസിന്റെ പുതിയൊരു കണ്ടുപിടുത്തം. അപ്പോ നമ്മുടെ എല്ലാ ചക്രാസിൽ നിന്ന് വരുന്ന സിഗ്നൽസുകളെ ഏകീകരിച്ചുകൊണ്ട് ആ ഒരു ട്രാൻസ്മിറ്റർ ആണ് യൂണിവേഴ്സിലേക്ക് നമ്മുടെ സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നതും അതാണ് റിസീവ് ചെയ്യുന്നതെന്നുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തിയറി വരുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ വളരെ അഡ്വാൻസ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. ഇതെല്ലാം ആയിരിക്കാം. അപ്പൊ അതിൽ കുറച്ചും കൂടി ഡീപ്പായി പോകുമ്പോൾ എന്തുകൊണ്ട് സാധ്യമല്ല, അങ്ങനെയും ആകാമല്ലോ. കാരണം നമ്മളിപ്പോൾ പറയുന്ന മറ്റൊരു കാര്യം, നമ്മുടെ മെമ്മറി സയന്റിഫിക്കലായിട്ട് നമ്മള് ബ്രെയിനിലുണ്ട് എന്ന് പറയുന്നെങ്കിലും ബ്രെയിനപ്പുറത്തും ചില മെമ്മറികൾ ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജീവിതം മനുഷ്യ ജീവിതം അല്ലെങ്കിൽ ഏറ്റവും ജീവജാലങ്ങളിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ജീവജാലം എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യനിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ അതൊന്നും മനസ്സിലാക്കി അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല വിഷയങ്ങൾക്കും ഒരു ഉത്തരം കിട്ടും. ഒരു ചെറിയൊരു കഥ ഇപ്പൊ പറഞ്ഞ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതെല്ലാവർക്കും ഉപയോഗപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. സിമ്പിളാണ്, പക്ഷെ ഭയങ്കരമായി നമ്മളെ മനസ്സിനെ ചിന്തോദ്ദീപമാക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ മാറ്റപ്പെടുന്ന എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രം ഓർമ്മിച്ച ചെറിയൊരു കഥ പറയാം. ഒരു ബസ്സിൽ ഒരു വയസ്സായ സ്ത്രീ യാത്ര ചെയ്യുകയായിരുന്നു. ആ സ്ത്രീ ഒരു ബസ്സിൽ കയറിയപ്പോൾ ഒരു സീറ്റിൽ കയറിയിരുന്നു. പുറത്തെ ഭംഗി ഇച്ചിരി ഏജായി, ഒരു 65-70 വയസ്സെന്ന് കരുതിക്കും. നമ്മളെ പോലെയൊക്കെ ഒന്ന് കരുതിക്കും. 65-70 വയസ്സായ ആൾ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോ അവർ ആ സീറ്റിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഞാൻ പുറത്തൊരു കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. സന്തോഷത്തിൽ ഇങ്ങനെ ഓരോ യാത്ര കണ്ട് ഇങ്ങനെ പുതുതായിട്ട് ഒരു ചെറിയ കുട്ടിയെ പോലെ, ഒന്നും ഇതുവരെ കാണാത്ത ഒരു കുട്ടിയെ പോലെ ആങ്ഷ്യസിനോടുകൂടി ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ വാർത്ത പോവുകയാണ്. അപ്പോ അടുത്തൊരു സ്റ്റേഷനിൽ നിന്നും ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു മധ്യവയസ്കയായ അല്ലെങ്കിൽ ഒരു 20-25 വയസ്സായ ഒരു പെൺകുട്ടി ബസ്സിൽ കയറി. അപ്പൊ അവരുടെ കയ്യിൽ 3 ബാഗ് ഉണ്ട്. ഒന്ന് തൂക്കിയിട്ടുണ്ട്, 2 ബാഗ് കയ്യിലുണ്ട്. കയറി ബസ്സിൽ കയറിയപ്പോഴേ ഇവരെ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു സീറ്റ് ഒഴിഞ്ഞ് കിടക്കുക. അപ്പൊ ഇവർ ഈ ബാഗിലും കൊണ്ട് ആ സീറ്റിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ച് ആകെ കൂടി വെപ്രാളത്തിൽ കൂടി ആ സീറ്റിലിരുന്നു കഴിഞ്ഞപ്പോ ഈ വെക്കുമ്പോഴൊക്കെ ഈ സ്ത്രീകൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു, ഈ ബാഗ് വെക്കാനും ഒക്കെ തട്ടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവരൊന്നും പറഞ്ഞില്ല, ഇവർ ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കാം. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ബസ് കണ്ടക്ടർ വന്നു, ബസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ ബാഗ് എടുക്കുമ്പോ ബാഗിൽ നിന്ന് എടുക്കുമ്പോ കൈ ഈ സ്ത്രീയെ നന്നായിട്ട് തട്ടി, നന്നായിട്ട് നിലത്തിൽ തട്ടി. അപ്പോഴും ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇവർ ആസ്വദിച്ച് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടിക്ക് ഒരു സംശയം, ഇതെന്താ ഈ പെണ്ണുങ്ങൾ ഒന്നും മിണ്ടാത്തെ? കാരണം അത്രയും സന്ദർഭം സാധാരണഗതിയിൽ എല്ലാവരും ചൂടാവും. എന്താ കളിക്കുന്നു, ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? എനിക്ക് ജീവിതത്തിൽ വോയിസ് ക്ലിയർ അല്ല, എന്റെ വോയിസ് ക്ലിയർ അല്ല.
ആണോ? ക്ലിയർ ആണല്ലോ? അപ്പോ ഈ സ്ത്രീ ഓ ചെറുതായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ, ഒരു പറവർപ്പ് പോലെ ചെറിയൊരു ഉണ്ട്, അതേ ഉള്ളൂ. ഹലോ, ക്ലിയർ ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ഉണ്ടോ? വൈബ്രേഷൻ ഉണ്ട് അല്ലെ? വൈബ്രേഷൻ ഉണ്ടെന്ന് കേൾക്കുന്നത് ഇതിന്റെ എന്തോ ചെറിയ വിഷയമാണ്. ഒരു മിനിറ്റ്, ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. വൈബ്രേഷൻ ഉണ്ട് എന്നുള്ളത് മോനും പറയുന്നത് വീഡിയോയിൽ. ഇപ്പൊ ക്ലിയർ ആയി കാണും. ഓക്കെ, അത് മതി എന്തായാലും. ഒരു മിനിറ്റ്. ആഹാ, എന്റെ മൈക്ക് തന്നെ മാറിക്കിടക്കുകയായിരുന്നു. ഇപ്പൊ ശരിയായോ? ഇപ്പൊ ക്ലിയർ അല്ലേ? മൈക്ക് സെറ്റിംഗ് മാറി. കമ്പ്യൂട്ടർ ഡയറക്റ്റ് റെക്കോർഡ് മൈക്ക് ഇവിടെ ഇരിക്കുന്ന മൈക്ക് അല്ലായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ കഥ ഇങ്ങനെയാണ്. അപ്പൊ ഈ സ്ത്രീ ഈ ചെറിയ സ്ത്രീക്ക് ഒരു ഡൗട്ട്, ഇതെന്താണ് ഇവരൊന്നും പറയാത്ത, ഇത്രയൊക്കെ സാധാരണ എല്ലാവരും സംസാരിക്കുമല്ലോ. അപ്പോ അങ്ങനെ ഈ സ്ത്രീ ചോദിച്ചു, മറ്റേ വയസ്സായ സ്ത്രീയോട് ചോദിച്ചു, അമ്മേ നിങ്ങൾ എന്താണ്, ഞാൻ ഇത്രയൊക്കെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിട്ടും, ചൂടുവെള്ളം തന്നെ, ഇത്ര തന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നും പ്രതികരിക്കാതെ വിളിക്കുന്നത്, എന്നോട് വഴക്ക് പോലും പറയുന്നില്ലോ, ഇതെങ്ങനെ നിങ്ങൾ സാധ്യമാകുന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്, എല്ലായിടത്തും നമുക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മളെ ഈ ബസ്സിലൂടെയുള്ള യാത്ര ജീവിതത്തിൻ്റെ വളരെ ചെറിയ നിമിഷങ്ങളാണ്. മാക്സിമം പോയാൽ ഒരു 10 അല്ലെങ്കിൽ അരമണിക്കൂർ നേരത്തുള്ള യാത്രയാണ്. ഈ യാത്രയിൽ നീ ഇവിടെ കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോവും, ഞാനും അല്ലെങ്കിൽ മറ്റൊരു സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോവും. ഈ സമയം നമുക്ക് വഴക്കിടാനാണോ ആവശ്യം ഉപയോഗിക്കേണ്ടത്, അല്ല പരസ്പരം അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാനാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? ജീവിതം എന്ന യാത്രയിൽ ഇത്രയും നമുക്കുള്ളൂ. അതിന് നമ്മൾ ഈ സമയത്ത് നമ്മൾ വഴക്കിടാതെ സന്തോഷത്തോടെ പെരുമാറിയാൽ നീ എന്നും എന്നെ ഓർക്കുകയും ഞാൻ നിന്നെ ഓർക്കുകയും ചെയ്യും. പക്ഷേ വഴക്കിട്ടാണ് പോകുമെങ്കിൽ നമ്മൾ രണ്ടുപേരും വെറുപ്പ് സമ്പാദിക്കും. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ജീവിതത്തിൽ യാതൊരു ഗുണവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ നീ ഒരു തട്ട് തട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഒന്നും ആവാൻ പോകുന്നില്ല, എൻ്റെ ശരീരത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്തിനാണ് നമ്മൾ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? എത്ര കാലം നമുക്ക് ഇങ്ങനെയുള്ള എത്ര സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുക. അപ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും. ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ നടന്നില്ലെങ്കിൽ എല്ലാം തകർന്നു പോവും എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കരുത്. ഈ സമയവും കടന്നു പോകും. ഓക്കെ, താങ്ക് യു. ഇതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്ന് അൺമ്യൂട്ട് ചെയ്യുക, ഒരു സംസാരിക്കാൻ ഒരു 5 minutes ടൈം, എന്നിട്ട് പെട്ടെന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ഫുൾ കറിയാണ് അത്രയും നേരം സൈലന്റ് ആയിരിക്കും, ഒന്നും സംസാരിക്കില്ല, നിങ്ങളുടെ ഫുൾ കഥ പറയാൻ കേൾക്കാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തു. ദിവ്യ വന്നോ? സാർ, ഇന്നലെ ആണെങ്കിൽ നമ്മുടെ 9 മണിയുടെ ക്ലാസ് അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് എനിക്ക് ഇച്ചിരി തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹാപ്പിനെസിന്റെ ആ ഒരു ഇതിനകത്ത് ഗ്രൂപ്പിൽ കയറി ഞാൻ നോക്കിയപ്പം എല്ലാവരും ഇങ്ങനെ ക്യാഷ് ഇട്ടിരിക്കും, 101 എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്യാഷ് ഇട്ടിരിക്കുന്നു. അപ്പൊ സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇവർ ക്യാഷ് ഇട്ടേന്ന്. പിന്നെ ഞാൻ വെച്ച് നോക്കിയപ്പോ എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാനും ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ 101 അടിക്കാൻ നോക്കിയപ്പോ എനിക്ക് 111 അടിക്കണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ഞാൻ അത് അടിച്ചു. ഞാൻ അത് പേ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ്, ഞാൻ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു, ഞാൻ വന്നു സാറിന്റെ വീഡിയോ, ഇന്നലത്തെ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തു, ഞാൻ കണ്ടു. അപ്പൊ അതിനകത്താണ് പറയുന്നത് ഇങ്ങനെ പൈസ അയക്കുന്നതിന്റെ കാര്യം എല്ലാം പറയുന്നുണ്ട്. 777, ഞാൻ കുറച്ച് നാളായിട്ട് എന്താണ് അതിന്റെ മീനിങ് എന്ന് ഞാൻ സാറിനോട് തന്നെ ചോദിച്ചിരുന്നു. സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന ഒരു നമ്പറാണ് ഇപ്പൊ 777 എന്നുള്ളത്. 111 തന്നെ 777 കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് വീഡിയോ ഓൺ ചെയ്തു. കുറച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ അത് ജസ്റ്റ് അതൊന്ന് സ്ക്രോൾ ചെയ്ത് മണ്ടയ്ക്കോട്ടൊന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പം എനിക്ക് 3 നമ്പറുകൾ ഒന്നിച്ച് 777, 888, 999 എന്നുള്ള ആ 3 നമ്പർ ഒന്നിച്ച് എനിക്കൊരു വീഡിയോയിൽ കാണാൻ പറ്റും. എന്നുവെച്ചാൽ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തില്ല, ആ വീഡിയോയുടെ ഹെഡ്ലൈൻ തന്നെ ഇങ്ങനൊരു നമ്പറാണ് കാണിച്ചത്. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ബ്ലെസ്സിങ് ആണെന്ന് എനിക്ക് തോന്നി. താങ്ക് യു സർ, താങ്ക് യു യൂണിവേഴ്സ്. എനിക്ക് അതാണ് പറയാനുള്ളത്. ഒരു കാര്യം ദിവ്യയോട് ചേർത്ത് പറഞ്ഞു പോകാം. ഇറ്റ്സ് ഓൺ റെക്കോർഡ്, നോ പ്രോബ്ലം, ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ്. ദിവ്യ 777 കാണുന്നതും ആണ് ദിവ്യ ഇപ്പൊ പിടിച്ചു നിൽക്കുന്ന പിടിവള്ളി എന്ന് പറയുന്നത്. ദിവ്യയുടെ ജീവിതം ഇപ്പൊ പിടിച്ചു നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതാ 777 യൂണിവേഴ്സൽ ബ്ലെസ്സിങ് നിങ്ങളിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും
അത്രയും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ എന്നോ ഓടിപ്പോയത് അല്ലേ? അതെ, സത്യത്തിൽ ആ വീഡിയോ ഞാൻ ആ ട്രിപ്പിൾ സെവന്റെ മീനിങ് അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് അറിയില്ല, ഞാൻ അറിയാതെ കരഞ്ഞു. എന്തിനാ കരഞ്ഞെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് സന്തോഷമായിരുന്നു ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ അതിങ്ങനെ എനിക്ക് ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് കാണാനും പറ്റി. ഉണ്ട്, പ്രപഞ്ചശക്തിയുടെ ആ ഒരു അനുഗ്രഹം എന്നിലേക്ക് എത്തിയുന്നുണ്ട്. ഹാപ്പിയാണ് ഞാൻ. ആമീൻ, ആമീൻ, ആമീൻ. താങ്ക് യു. ഓക്കെ. ഞാൻ നോക്കിയില്ല. ട്രിപ്പിൾ വൺ അയച്ചിട്ടുണ്ട്. അത് അയക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറയുന്നതിന് മുമ്പേ ഞാൻ അതിലേക്ക് അയച്ചു, പക്ഷെ അത് ഫെയിൽഡ് ആയി പോയി. അതാണ് ഏറ്റവും വലിയ സങ്കടം. അതെ, അതും കൂടി ഒന്ന് പറഞ്ഞു പോകാം. താങ്ക് യു വെരി മച്ച്, താങ്ക് യു. എല്ലാവരും അയച്ചു, ഒരുപാട് ആൾക്കാർ അയച്ച റിജക്ഷൻ, അതായത് റിട്ടേൺ മെസ്സേജ് എനിക്ക് ഇങ്ങനെ ബാങ്കിൽ നിന്ന് വരുന്നു. ഞാനിങ്ങനെ ഒരു ആലോചിച്ചു ഇതെന്താ ഇപ്പം സംഭവിച്ചത്. അത് ആക്ച്വലി പിന്നെ ഞാൻ ബാങ്ക് വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അത് ഈ പെട്ടെന്ന് ഒരു ഗൂഗിൾ പേയിലേക്ക് ഒരുപാട് ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ അത് സ്പാം ആവാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. അപ്പൊ ഇന്നലെ ഞാൻ അത്രയൊന്നും ഓർത്തില്ല, ഇത്രയും ആൾക്കാർ. ഞാൻ പെട്ടെന്ന് തോന്നിയത് ഇവിടെ വന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് നിങ്ങളോട് സൂമിന് കാശ് വേണമെന്ന് പറയാൻ ഉദ്ദേശിച്ച് വന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞപ്പോൾ അതങ്ങനെ പോയി എന്നുള്ളൂ. പക്ഷെ എല്ലാവരും എനിക്ക് തോന്നുന്നത് ഇപ്പൊ എനിക്ക് ഒരുപാട് ആൾക്കാർ അയച്ചു. ഒരു 100-ൽ പരം ആൾക്കാർ അയച്ചിരുന്നു ഇന്നലെ തന്നെ. പക്ഷെ അത് ഓവർ ഒറ്റയടിക്ക് ടക്കടക്കാന്ന് വന്നപ്പോഴാണ് സ്പാം ആയത്. ഇന്നിപ്പോ കുറേ പേര് വന്നു. ഒന്ന് എൻ്റെ ഈ 3 നമ്പറിലേക്ക് മാറി മാറി വന്നു. അതെ, റിട്ടേൺ വന്നു, കുറേ ആളുടെ റിട്ടേൺ വന്നു. അതിൽ 3-4 ആൾക്കാർ ചെയ്തത് അങ്ങോട്ട് ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് അയച്ചു. അതും എൻ്റെ കൂടെ അറിയാതെ വന്നിട്ടുണ്ട്. ഈ എമൗണ്ട് സെൻഡ് ചെയ്യുന്നതിന് പകരം റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഗ്രൂപ്പിൽ. എനിവേ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി, അത് തിരക്കൊന്നുമില്ല. പറ്റുന്നവർ ചെയ്താൽ മതി. എത്രന്നൊന്നും ഞാനൊന്നും പറയുന്നില്ല. വരുന്നില്ലല്ലോ സാറേ, നിങ്ങൾ അയക്കുമ്പോൾ മാത്രമല്ല, വരുന്നില്ല പൈസ. ഞാൻ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല എല്ലാവരും അയക്കുമ്പോൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ 100-ൽ പരം ആൾക്കാർക്ക് റിട്ടേൺ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് കുറേ പേരെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നോ നാളെയൊക്കെ ശ്രമിച്ചാൽ മതി. ഇന്നും വരും, ഇന്നും ശ്രമിക്കാം, നിങ്ങൾക്ക് നാളെ ശ്രമിക്കാം. അത് പെട്ടെന്ന് വരാത്തത് സ്പാം ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ശ്രമിക്കേണ്ട. ഒന്നൊന്നായിട്ട് ആരെങ്കിലും സമയം കിട്ടുമ്പോൾ അയച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ആരും നിർബന്ധിക്കുന്നില്ല, ആരും തിരക്ക് കൂട്ടുന്നുമില്ല കേട്ടോ. നിങ്ങളുടെ സമയം സന്ദർഭം ചെയ്താൽ മതി കേട്ടോ. സാറേ, ഞാൻ ഇന്ന് രാവിലെ തുടങ്ങി അയക്കാൻ നോക്കണാണ്, പറ്റണില്ല. അത് കുഴപ്പമില്ല മാം, കുഴപ്പമില്ല. ഓ, എന്താവുന്നു? അത് ഇങ്ങനെ മിസ്സായി പോണു, കേറണില്ല പൈസ. റിട്ടേൺ ആവുന്നു, സാരമില്ല മാം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ മറ്റേ സമയത്ത് അയച്ചാൽ മതി കേട്ടോ. ഒന്നും തിരക്ക് കൂട്ടണ്ട. അതെന്തോ അതിന്റെ ടെക്നിക്കൽ ഇതാണ്. നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നടക്കും, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ, അത്രേ ഉള്ളൂ. ഞാനും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. ആദ്യം ഒരു നമ്പറിൽ അയച്ചു നോക്കി, അന്നേരം അത് പറ്റുന്നില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ മേഡം പറഞ്ഞിട്ട് തന്നു, അഡ്മിൻ സാർ മേഡം. പിന്നെ ആ നമ്പറിലാണ് പിന്നെ അയച്ചത്, അത് ഓക്കെ ആയി. ആദ്യത്തെ ഇടയ്ക്ക് 2 പ്രാവശ്യം അയച്ചപ്പോ ഇടയ്ക്ക് വെച്ച് പൈസ പോയി, പക്ഷെ എന്തായാലും റിട്ടേൺ വന്നു. അത് തിരിച്ചു വരും, പോവില്ല, തിരിച്ചു വരും. എല്ലാവരും തിരിച്ചു വരും. ചിലപ്പോ നമ്മുടെ ഇത് വർക്ക് ചെയ്യുമെന്നല്ല, ഗൂഗിൾ സ്കാൻ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല എനിക്ക്. ഇതിനേക്കാൾ എഫക്റ്റീവായിട്ട് നമ്മുടെ സ്കാനിങ്, എനിക്ക് ഗൂഗിൾ പേ കൂടുതൽ അറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളാം. ഓക്കെ, ഇനി ആർക്കും സംസാരിക്കാനുണ്ടോ മറ്റോ കാര്യങ്ങള്? ശില്പക്ക് പറയാനുണ്ട്. ഒരു ശില്പ ചെറിയൊരു ഇതാണ് സാറേ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം നമുക്കൊരു ആൾക്ക് അത് കൊടുക്കുമ്പോ അത് നമുക്ക് ഏറിടും എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോ തന്നെ സാർ ഇന്നലെ ഒരു 101 രൂപയാണ് എന്റെ ഒരു ഗുരുദക്ഷിണ പോലെ ഞാൻ അത് അയച്ചത്. പക്ഷെ സാറേ പറയട്ടെ, ഇന്നൊരു 12 മണിക്കൂർ തികയുന്നതിന് മുമ്പ് എന്റെ ഒരു കയ്യിൽ നിന്ന് പണ്ടെന്ന് വെച്ചാൽ ഞാൻ ഏതാണ്ട് സർവീസിൽ കയറി കുറച്ച് സമയത്തെങ്ങാണ്ട് ഒരു ഫ്രണ്ട് എന്റെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ വാങ്ങിക്കൊണ്ട് പോയിരുന്നു. അതൊന്നും എനിക്ക് അവർ കൊണ്ടുവന്ന് തന്നു. എനിക്ക് 100 രൂപ കൊടുത്തപ്പോ 1000 രൂപ കിട്ടി. അപ്പൊ 1001 അയച്ചോളൂ. തീർച്ചയായിട്ടും. അയ്യോ, അതൊന്നും എനിക്ക് അതുകൊണ്ടൊരു Good to know that. That's a good, wonderful things. Wonderful things ആണ്, പറയാതിരിക്കണ്ട. വണ്ടർഫുൾ തിങ്സ് ആണ്. അങ്ങനെ സംഭവിക്കുന്നതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം. ദാറ്റ്സ് ഗ്രേറ്റ് തിങ്സ് ശില്പ.
അതിൽ നിന്ന് എനിക്ക് 500 രൂപ അതുകൊണ്ട് ഒരു ചാരിറ്റി ചെയ്യാൻ പറ്റി. ഞാനപ്പോ അത് കിട്ടിക്കഴിഞ്ഞപ്പം ഒട്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ മണിയാണത്. ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാനോ എന്നോ കൊടുത്തു, വർഷങ്ങളായി അത് മറന്നുപോയി. 7-8 വർഷത്തിന് മുൻപുള്ളൊരു സംഭവമാണ്. അപ്പോ എന്നാൽ അദ്ദേഹം റിട്ടയർമെന്റ് വിളിക്കാൻ വേണ്ടി വന്നപ്പോ, ഒരു ഫംഗ്ഷൻ വിളിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും അങ്ങനെയാണ് തന്നത് ആ പൈസ. മോളെ നീ അത് തന്നു, എനിക്ക് പക്ഷെ നിന്നെ വിളിക്കാനും ഫേസ് ചെയ്യാം. ഞാൻ സാറേ ഞാൻ സത്യമായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ട, അത് സാറ് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട്, ഇല്ല ഇത് നീ വാങ്ങിച്ചാലേ എനിക്കൊരു സമാധാനം വരുള്ളൂ എന്ന് പറഞ്ഞ് തന്നതാ. അത് ഞാൻ ഉച്ചയ്ക്ക് അത് കാരണം നേരെ ഇപ്പോൾ അവിടെ ജില്ലാ ആശുപത്രി ഉണ്ട് നമ്മുടെ അവിടെ, ആ ഹോസ്പിറ്റലിൽ ചെന്നു. അതുകൊണ്ട് എനിക്ക് 2 പൊതിച്ചോറ് 2 പേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഞാനത് ഒരു ഇതായിട്ട് ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞതല്ല, ഞാനത് എനിക്കത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റി. ദാറ്റ്സ് എ ഗുഡ് തിങ്സ്. അത് ഒരു നല്ല കാര്യമാണ്. ഗുഡ് തിങ്സ്. താങ്ക് യു ശില്പ. താങ്ക് യു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു. ഇനി ആർക്കും ഒന്നുമില്ലെങ്കിൽ നമുക്ക് പോവാം. ഹലോ സാർ, ഞാൻ അരുണകുമാരി പറയൂ. വേറെ ആരോ സംസാരിക്കുന്നത് സർ? ആരാണ്? പറഞ്ഞു. ഞാൻ ഷീലയായിരുന്നു. സാർ പറയട്ടെ. അരുണകുമാരി, നമ്മുടെ കോൺവെർസേഷൻ ആയിട്ടില്ല. അത് പോട്ടെ സർ. അല്ല, ഞാനിപ്പോ നല്ല മാറി സർ. ശരിയാക്കാം. ഇതുപോലെ ആയിരുന്നു ഞാൻ ഒരു കാലത്ത്. പിന്നെ അതിൽ നിന്ന് എനിക്ക് ഇങ്ങനെ വിട്ടുപോയി, എന്റെ മെഡിറ്റേഷൻ എല്ലാം വിട്ടുപോയി. അങ്ങനെ വീണ്ടും ഞാൻ പഴയതുപോലെ ആയിപ്പോയി. ഇപ്പൊ ഞാൻ വീണ്ടും മാറി മാറി വരികയാണ്. ഞാൻ മെഡിറ്റേഷൻ ദിവസം ചെയ്യാൻ തുടങ്ങിയിട്ട് അനേക കാലങ്ങളായി. പക്ഷെ അതിന്റെ ആ ടോപ്പിൽ എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ടല്ലോ, ഹാപ്പിനെസ് മെഡിറ്റേഷൻ സാറിന്റെ, അതാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഗൈഡ് ചെയ്യാൻ ആളായപ്പോ അത് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. രാവിലെ വരും, അപ്പൊ എന്താ നമ്മുടെ കൂടെ തന്നെ വരും. അപ്പൊ എനിക്ക് ഈ അഫർമേഷനൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പൊ സാറിന്റെ രാത്രിത്തെ രണ്ട് ദിവസത്തെ മെഡിറ്റേഷൻ ഇല്ലേ, അത് ചെയ്ത സമയത്ത് സാറ് പറയുന്നല്ലോ, ഗോൾ സെറ്റ് ചെയ്തോളൂ, 5 ഗോൾ സെറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞല്ലോ. അത് നമ്മുടെ ടോപ്പിൽ എത്തുമ്പോഴല്ലേ അവര് പറയുന്നേ. അപ്പോഴേ എനിക്ക് മനസ്സിലായി അത് അപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് സർ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു, ഇന്ന് രാവിലെ സാറിന്റെ ഹാപ്പിനെസ് മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത്. രാത്രി ഒന്നും ചെയ്തില്ല, സാറ് പറയുന്ന പോലെ തന്നെ ചെയ്ത് എനിക്ക് അതിന്റെ ടോപ്പ് നല്ല ഇതിലെത്താൻ പറ്റി. രാവിലെ ഞാൻ ഹാപ്പിനെസ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളതിന്റെ ഇതിലെത്തുമല്ലോ, ലാസ്റ്റിലൊരു സ്റ്റേജിൽ എത്തുമല്ലോ, നമ്മളെ വേറൊരു ഇതിലേക്ക് എത്തില്ലേ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഞാൻ സാറിനോട് പറഞ്ഞ കാലില് എനിക്ക് വ്രണമുണ്ട് എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അതല്ല സാർ, എനിക്ക് ഒരു 7 മാസം മുമ്പ് ഞാൻ വീണിരുന്നു. വീണ്ടും എന്റെ നട്ടലില് ഒരു 6 കശേരുക്കള് ഡാമേജ് ആയിട്ടിരിക്കുക. കഴുത്തിന്റെ അവിടെ 3 കശേരും നടുവിന്റെ അവിടെ 3 കശേരും എനിക്ക് ഡാമേജ് ആയിട്ടുണ്ട്. എനിക്ക് കുനിയാനൊന്നും പറ്റില്ല. പക്ഷെ വീട്ടിലത്തെ ജോലിയൊക്കെ ചെയ്യും വേണം. പിന്നെ ചെയ്യും, ഇങ്ങനെ എന്താ പറയാ, നിലവിളിച്ചോണ്ട് ഇങ്ങനെ ചെയ്യും. എനിക്ക് ഭയങ്കര പെയിനാണ്. പിന്നെ ഇങ്ങനെ വിയർത്തൊഴുകും, പെയിനും ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്യും, എല്ലാ ജോലിയും ചെയ്തോണ്ടിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് പെട്ടെന്ന് തോന്നി, അപ്പൊ സാറ് പറഞ്ഞ ആ ഗോൾ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അഫർമേഷൻ പറഞ്ഞാൽ കറക്റ്റ് ആവുമായിരിക്കും വിചാരിച്ചിട്ട് ബാക്കി ഞാൻ അഫർമേഷനെ കൂടെ എഴുതി വെച്ച കുറേ ഉണ്ട്, ഒരാഴ്ചയായിട്ട് എഴുതി വെച്ചതുണ്ട്. അതൊന്നും എനിക്ക് നടന്നില്ല സർ. പക്ഷെ എനിക്ക് അപ്പൊ തോന്നിയത്, എനിക്ക് ഇങ്ങനെ നടുവേദനയല്ലേ, അപ്പൊ എന്റെ നട്ടെല്ലിന്റെ അലൈൻമെന്റ് ശരിയാവട്ടെ എന്ന് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനതിങ്ങനെ പറഞ്ഞു, മനസ്സിൽ കുറെ പറഞ്ഞു. ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് ജോലി ചെയ്യാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാൻ ആ സ്റ്റേറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ മനസ്സിനുള്ളിൽ ഇതിങ്ങനെ ചിന്തിച്ചു. അപ്പൊ സർ, നട്ടലിനോട് എന്തോന്ന് ഇളകുന്ന പോലെ എനിക്ക് തോന്നി. ബാക്കത്തെ താഴത്തെ നട്ടലിന്റെ അവിടെ എന്തോ ഒരു ചലനം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം എനിക്ക് ആ പെയിന് നല്ല കുറഞ്ഞു, ഒരു 90% കുറഞ്ഞിട്ടുണ്ട്. വല്ലാണ്ട് ജോലി ചെയ്തപ്പോ എനിക്ക് ചെറിയൊരു പെയിന് വന്നു, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെയല്ല, അത് പെയിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിടക്കണം. എനിക്ക് പിന്നെ നിൽക്കാനൊക്കെ നല്ല പ്രയാസവും, എനിക്ക് ഇരിക്കാനും പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനത്തെ പ്രയാസം ഉണ്ടായില്ല. അപ്പൊ അതിന് എനിക്ക് നല്ല മാറ്റം വന്നു സർ. ഞാൻ ആകെ ഈ അഫർമേഷൻ എഴുതി വെച്ച ഒരാഴ്ചയായിട്ടുള്ള എനിക്ക് നടന്നിട്ടില്ല. ഇത് ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് അത് പറയണം, അത് ഞാൻ എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് അത് പറയാം പുതുതായിട്ട് എന്ന് വിചാരിച്ച, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഇതുവരെ എഴുതി വെച്ചിട്ടില്ല, എവിടെ എഴുതി വെച്ചിട്ടില്ല. കാരണം വീണിട്ട് എന്റെ നട്ടലിന് പ്രശ്നമായതല്ലേ.
അത് അങ്ങനെ ശരിയാവില്ലായിരിക്കും വിചാരിച്ചിട്ട് ഞാനത് എഴുതിയിട്ടും കൂടി ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഞാനത് പറഞ്ഞിട്ട് അതിൽ നല്ല മാറ്റാണ് സാർ. എനിക്ക് നിങ്ങള് സന്തോഷമുണ്ട് സാർ. 1000 നന്ദിയുണ്ട് സാർ. നിങ്ങളിൽ ഒരുപാട് മാറ്റം വരാനുണ്ട്. സാറിനും നന്ദിയുണ്ട്, യൂണിവേഴ്സിറ്റിനും നന്ദിയുണ്ട്. നിങ്ങളിൽ ഒരുപാട് മാറ്റം വരാനുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളുടെ കൃത്യമായ വിഷയം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ലോകം മുഴുവൻ മാറും അവിടെ. അത് സമയമെടുക്കും, ഇച്ചിരി സമയമെടുക്കും. മെഡിറ്റേഷൻ ചെയ്ത് ഒന്ന് കാമായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് വരും. എന്നിട്ട് അവിടെ കാമാകുമ്പോൾ നമ്മൾ കണക്ട് ആവും, വീണ്ടും കണക്ട് ആവും. അവിടെ നമുക്ക് ഒന്നുകൂടി ചില കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങൾക്ക് കാലിലുള്ളതും കയ്യിലുള്ളതും ഒക്കെ ഈ സംഭവങ്ങളൊക്കെ മനസ്സിന്റെ സൃഷ്ടിയാണ്. അത് മാറിക്കൊള്ളും, മാറിക്കൊള്ളും കേട്ടോ. അപ്പോഴും നമുക്ക് വന്നു ചേർന്നതാണ്, എന്റെ ജീവിതം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അല്ല, അത് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും അതെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ജീവിതം നൽകുന്നതാണ് ഇതെല്ലാം. നോ പ്രോബ്ലം. ഇതേ വിദ്യ എപ്പോഴും വരിക. എന്നും മറക്കാതെ ഞാൻ പറയുന്നത്, നിങ്ങളെ എന്നും മറക്കാതെ ഞാൻ കൂടെയുണ്ട്. ആയിക്കോട്ടെ സർ. താങ്ക് യു. ഞാൻ ഓർക്കാറുണ്ട് സാറിനെ പരിചയപ്പെട്ട അന്ന് തൊട്ട് എന്റെ ഗുരുക്കന്മാര് കുറെ പേരുണ്ട്. എനിക്ക് നന്മ പറഞ്ഞു തന്നവരൊക്കെ എന്റെ ഗുരുക്കന്മാരാണ്. അവരെ കൂട്ടത്തിൽ സാറിനെ ഞാൻ അപ്പോഴേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴേ സാറും എന്റെ ഗുരു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ശീലമ്മ എന്താ പറയാമെന്ന് പറഞ്ഞു? താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. അല്ല സാർ, ഞാൻ 2 ദിവസം കൊണ്ട് സാറിന്റെ ഈ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നല്ലോ 9 മണിയുടെ ക്ലാസ്സിലെ 2 ദിവസവും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതുവരെ എനിക്ക് അങ്ങനെ നെറ്റില് ഇഷ്യൂ വന്നിട്ടില്ല. സാറ് ക്ലാസ് തുടങ്ങും, ഞാൻ അങ്ങ് ഇതിൽ നിന്ന് അങ്ങ് മാറിപ്പോവാ. എനിക്ക് ആ 2 മെഡിറ്റേഷനും കിട്ടിയില്ല. ഞാൻ അറിഞ്ഞതുമില്ല സാറിന് ആ മെഡിറ്റേഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ സാറ് നമ്മുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പം യഥാർത്ഥത്തിൽ എനിക്ക് ടെൻഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. വിഷമിച്ചിരുന്നിട്ട് ഞാൻ വിചാരിച്ച്, ഞാൻ അവിടെ പ്രസീത മാമിനെ വിളിച്ചു ചോദിച്ചു, എനിക്കിനി എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഇന്നത്തേക്ക് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അതിനൊരു മറുപടി എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ രാവിലെ സാറിന്റെ ഈ ഇന്നലത്തെ ക്ലാസ് എടുത്തു, പിന്നെ കേട്ടപ്പോഴാണ് ഞാൻ സാറിന്റെ അതിലെ മെഡിറ്റേഷൻ കണ്ടത്. അപ്പൊ ഞാൻ മെഡിറ്റേഷൻ ചെയ്യപ്പം യഥാർത്ഥത്തിൽ ഗോൾഡൻ ഇത് നമ്മള് കാണുന്നു സങ്കല്പിക്കാനല്ലേ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ആ ഗോൾഡൻ ഇത് തന്നെ വന്നു. അപ്പൊ അടുത്ത പറഞ്ഞില്ലേ പിങ്ക് അതും എനിക്ക് പിങ്ക് തന്നെ ഓൾറെഡി എനിക്ക് പിങ്ക് തന്നെ ഞാൻ കാണുക രാവിലെ. അപ്പം എനിക്ക് മനസ്സിൽ പിന്നെ സാർ പറഞ്ഞു ഈ 799 കാണുന്നെങ്കിൽ നമ്മൾ അതിലേക്ക് വന്നു എന്നും ആ പാത്തിലേക്ക് എത്തിയെന്നല്ലേ. അപ്പൊ ഞാനാണെങ്കിൽ 777-ഉം 999-ഉം തന്നെ കാണുകയും ചെയ്യും. അങ്ങനെ എനിക്കപ്പം എന്തോ ഒരു ഇൻസ്പിറേഷൻ പോലെ മറ്റേ വിളിച്ചാരും എനിക്ക് ഒരു ഇതിലും പിന്നെ കിട്ടിയില്ല. അപ്പൊ ഞാൻ ഉച്ചയായപ്പോ ഒരു 3 മണിയായപ്പം എന്റെ മക്കളുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇളയ മരുമോൻ ചോദിച്ചു, എന്താ അമ്മയ്ക്ക് ഒരു വിഷമം പോലെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനിങ്ങനെ സാറ് പറഞ്ഞു ഒരുപാട് പേരും എനിക്കിത് തരാമെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും പറ്റുന്നില്ല, ഇങ്ങനെ ഇരിക്കുവാണെന്ന് പറഞ്ഞു. ആ ഒരു കാര്യം ചെയ്യെങ്കിൽ അമ്മ എന്റെ ഒരു ഫണ്ട് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, അത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ളത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ഇന്ന് ചെയ്ത് 3 മണിക്ക്. പക്ഷെ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റാഞ്ഞപ്പോ മാഡം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ചെക്ക് കൊടുത്തിട്ട് മറ്റന്നാ ക്യാഷ് അറേഞ്ച് ചെയ്യാം. അപ്പൊ എനിക്ക് അങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഞാൻ ആ മെഡിറ്റേഷൻ, സാറിന്റെ ആ മെഡിറ്റേഷൻ ഇന്നലെ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്കത് പറ്റത്തില്ലായിരുന്നു. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. അപ്പം സാറ് പറഞ്ഞല്ലോ, ഇത് കളഞ്ഞിട്ട് പോകരുത്, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇത് ഇട്ടു പോകരുത്, ഇത് മുന്നോട്ടുള്ള ഒരു ഇതാണെന്ന്. അപ്പൊ എനിക്ക് അതില് എങ്ങനെയെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതില് ഞാൻ ചെയ്ത് എനിക്കിത് ശരിയായി. താങ്ക് യു സർ, താങ്ക് യു. എനിക്ക് സന്തോഷമായി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വണ്ടർഫുൾ. അതാ ഇതില് ഏറ്റവും ശിലമ്മ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒരു സാധനം കിട്ടിയില്ല എന്ന് കരുതി കളഞ്ഞു പോകരുത്. അത് വളരെ പ്രധാനമാണ്. ഗിവ് അപ്പ് എന്ന് പറയുന്ന സാധനം പാടില്ല. കീപ്പ് ഓൺ കണ്ടിന്യൂയിങ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല, എപ്പോഴേ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോയി കളയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. കുറച്ച് മാത്രമാണ് ഉള്ളത്. ഞാൻ എക്സാക്ട്ലി ക്ലാസ് തുടങ്ങാൻ വേണ്ടി മൈൻഡിൽ സെറ്റ് ചെയ്ത നമ്പറാണ് 203. ഞാനിവിടെ
എൻ്റെ ഇവിടെ കറണ്ട് പോയി കേട്ടോ. പ്രാർത്ഥനയിൽ 203 ആൾക്കാർ ഇന്ന് ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഉണ്ടാവുമെന്ന് സെറ്റ് ചെയ്തിരുന്നു. കറക്റ്റ് ഇവിടെ വന്നിരിക്കുന്നു. എങ്ങനെ എന്തുകൊണ്ട് 203 സെറ്റ് ചെയ്തു എന്ന് ചോദിച്ചേക്കല്ലേ, എനിക്കറിയില്ല. ഞാൻ പഞ്ചാക്ഷരി മന്ത്രം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വന്നൊരു സംഖ്യയാണ് 203 ഇന്നത്തെ ക്ലാസ്സിലൂടെ കാണുക എന്നുള്ളത്. ബാക്കി അത് കൂടി വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ ഒരു നമ്പർ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് കുറച്ച് മാത്രം പറഞ്ഞു പോകാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എന്നെ ആർക്കും ഒന്നും പറയാനില്ലല്ലോ. ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കട്ടെ കുറച്ച് നേരത്തെ, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. സോ എവറിബഡി കമാൻ, മറക്കണ്ട, നമ്മുടെ സ്ഥിരം പരിപാടി ആരും മറക്കണ്ട. കഴിയുന്നവർ ക്ലാസ്സിലുള്ള ആൾക്കാരെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ. കൂടുതൽ ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പൊക്കെ കൂടുതൽ എൻഗേജ് ആവുന്നത് വളരെ സന്തോഷപൂർവ്വം കണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ മാനിഫെസ്റ്റേഷനിലെ കാര്യങ്ങളാണ്. നിങ്ങൾ എൻഗേജ് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്യുക. ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയുടെ പേരാണ് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ്. എന്താണ്? സന്തോഷത്തെ മാസ്റ്റർ ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടായ്മയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം അവിടെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സന്തോഷങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം. അങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റിയായി നിങ്ങൾ വളരണം. സന്തോഷം ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ കാശ് മറ്റവന് ഷെയർ ചെയ്യണ്ട എന്ന് തന്നെ പറയും ഞാൻ. അത് മറക്കരുത്. ഇത്തരം പരിപാടികളിൽ എല്ലാ നെല്ലിനകത്തും പതിരുകൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അതില്ലാതെ സൂക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമെന്ന് ഓർത്തു പറയുന്നു. പക്ഷെ കമ്മ്യൂണിറ്റി നന്നായി തന്നെ ഹാപ്പിനെസ് ആയി തന്നെ പോകാൻ നിങ്ങൾ എല്ലാവരും നിൽക്കുക. എല്ലാവർക്കും അങ്ങനെ സാധിക്കണം എന്നുള്ളത്. അപ്പൊ എവരിബഡി റെഡി നൗ? വാട്ട്സ് യുവർ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഹൗ ഡു യു ഫീൽ നൗ എന്നും കൂടി പറയണം അല്ലേ? ഹൗ ഡു യു ഫീൽ നൗ? No, it's okay. Just I am happy. type. People are type. ആ യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നിങ്ങളെല്ലാം വാച്ച് ചെയ്യുന്ന എല്ലാവരും ജസ്റ്റ് ഹാപ്പി അല്ലെങ്കിൽ റെഡി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ആരും പറയുന്നില്ല. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സാറേ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് പറഞ്ഞ് ഒന്നും പറയുന്നില്ല. വെറും ഹാപ്പിയും റെഡിയും മാത്രമേ. അതല്ല നിങ്ങളുടെ ആവശ്യം. നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് എൻഗേജ് ചെയ്യണം നിങ്ങളവിടെ. അപ്പോൾ മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ പറയും. ഇവിടെ നിങ്ങളും ഈ കാണുന്ന 200 ആൾക്കാരും അവിടെ പോയിട്ട് നാളെ നിങ്ങൾക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് യു അച്ചീവ് എന്ന് നല്ല ശില്പയൊക്കെ കമന്റ് ചെയ്ത് കണ്ടു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ ദ പീപ്പിൾസ്. പബ്ലിക് പീപ്പിൾ കൊടുക്കാവുന്ന ഏറ്റവും ഒരു ഇൻസ്പിറേഷനാണ് ശില്പയൊക്കെ അവിടെ എഴുതിയത്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഹാപ്പിനെസ് എഴുതണം. കാരണം ഹാപ്പിനെസ് യു ഓൾവേസ് ടു നീഡ് ഷെയർ ഇറ്റ്. നമ്മുടെ സന്തോഷം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായി മാറും എന്ന് മറക്കാതിരിക്കുക. അപ്പോൾ കുഞ്ഞു സന്തോഷമായാലും വലിയ സന്തോഷമായാലും ഇറ്റ്സ് ഷെയർഡ്. ദാറ്റ്സ് ഇസ് ഫണ്ടമെന്റൽ ഫിലോസഫിയാണ്. മറക്കാതെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് നമുക്ക് എന്താണ്? നമ്മുടെ ഗ്ലിച്ച്. ഞാൻ ഇന്നൊരു ചെറിയ ഇത് വേണോ? ടെസ്റ്റ് വേണോ? നമുക്കൊരു എല്ലാ ദിവസവും നടത്തുന്ന ഒരു ടെസ്റ്റ് കോർഡിനേറ്റ് ചെയ്യാനുള്ള അഡ്മിൻ്റെ കഴിവ് പറഞ്ഞു. യെസ്, താങ്ക് യു. ഷുവർ, താങ്ക് യു. ഓക്കെ, ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വേണം. എത്രത്തോളം ആവുമെന്നറിയില്ല. ഇത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇതിന് യൂട്യൂബിൽ എനിക്കൊന്നും അത്ര ആൾക്കാർക്കത് സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതിന് അത്ര വലിയ അക്സെപ്റ്റൻസ് അവിടെ വന്നതായിട്ടില്ല. എന്നാലും നമ്മൾ ഇന്ന് സബ്ജക്റ്റുമായിട്ട് ഒരു ചെറിയ 1-2 ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞു പോകാം. ഞാൻ അത്ര വലിയ ഇത് ചെയ്തിട്ടില്ല. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എഴുതി വെച്ചതെല്ലാം അതുപോലെ നേടിയപ്പോൾ എഴുതി വെച്ചാൽ എല്ലാം നേടാൻ സാധ്യമാകുമോ? കുറച്ച് ഞാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പോവല്ലേ. ഇത് 3 പുസ്തകങ്ങളാണ്. ഒന്ന് ഇതാണ്, മറ്റതൊരു എത്ര പേജാ? ഒരു 200-300 പേജുള്ള ഒരു പുസ്തകം. പിന്നെ ഇത് ഞാൻ കയ്യിൽ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു പുസ്തകം. എഴുതി കഴിഞ്ഞു, ഇപ്പൊ വേറെയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും പുസ്തകങ്ങൾ വേറെ ഉണ്ട്. 2, 4, 6, 8 പുസ്തകങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞതാണ് കേട്ടോ.
ഇത്രയും പുസ്തകങ്ങളിൽ മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. നിങ്ങൾ എത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്? നിങ്ങൾ എഴുതി വെച്ച പുസ്തകത്തിന് എണ്ണം പറയാം. നിങ്ങളിപ്പോൾ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ നമ്മുടെ കൂടെ കൂടിയതിനു ശേഷം എഴുതി വെച്ച കാര്യങ്ങളെന്ന് പറയാമോ? എത്ര ആൾക്കാരുണ്ട്? ലാസ്റ്റ് ഞാനിതിനകത്ത് എഴുതിയ 1-2 കാര്യങ്ങളൊന്ന് വായിച്ചു പോകാം. നിങ്ങൾ ചിലപ്പോൾ 1-2 കാര്യങ്ങളൊന്ന് എഴുതി പോകാം. ഇത് ഞാൻ എഴുതിയത് 22/4/2018 ഡേറ്റ്. വാക്കിങ്ങനെയാണ്: ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നു. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നു. എല്ലാ ദിവസവും വാക്കിംഗ് ഓർ എക്സസൈസ് ചെയ്യുന്നു. മോട്ടിവേഷൻ സ്റ്റോറികൾ വായിക്കുന്നു, കേൾക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു, എഴുതുന്നു. നല്ല വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ വായിക്കുന്നു. ഇത് ഞാൻ എഴുതി വെച്ച കാര്യങ്ങളാണ്. എവിടേക്കോ എഴുതി വെച്ചത്. കുറെ കഥകളൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ കുറേ കഥകളൊക്കെ ഉണ്ട്. കഥകളൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ എഴുതി വെച്ചതാണ്. ജീവിത ലക്ഷ്യം എഴുതി വെച്ചത് 1/6/2015. നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു ബിസിനസ്സുകാരനാണ്, എന്റർപ്രണർ എന്ന രീതിയിലേക്ക് ഉയരണം, കച്ചവടത്തിന് പുതിയ മേഖലകൾ തേടിക്കൊണ്ടിരിക്കുന്നു, എത്ര കോടി നേടിയിട്ടുണ്ട്, എത്ര കോടി രൂപ ബാങ്കിൽ നിക്ഷേപം വേണം, നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, ആരാലും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വ ഉടമയാണ്, മിക്ക സാമൂഹിക സാംസ്കാരിക സംഘടനകളിലും പ്രവർത്തിക്കുന്നു, നാട്ടിലെ പൊതു സംഘടനകളിലെല്ലാം മൂല്യമായ ഒരു വ്യക്തിത്വം സൂക്ഷിക്കുന്നു, നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു അച്ഛനാണ്, നല്ലൊരു കൂട്ടുകാരനാണ്. അങ്ങനെ പോകുന്നു എഴുത്ത്. ബാക്കി കുറെ കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ ഉള്ള യാത്രയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഇതിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇനിയുണ്ട് കേട്ടോ, ഇത്രയൊന്നും ഇല്ല, ഇനിയുമുണ്ട്. അവാർഡുകളും ഇതൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നതിന്റെ പ്രധാന കാര്യം, എഴുതി വെച്ചതെല്ലാം സംഭവിക്കുമോ ഇല്ലയോ? നിങ്ങൾക്ക് ചോദ്യം നിങ്ങളിലേക്ക് വിട്ടുതരുന്നു. എഴുതി വെച്ചതെല്ലാം സംഭവിക്കുമോ ഇല്ലയോ? ആൻസർ യെസ് ഓർ നോ പറയൂ. യെസ്. വരട്ടെ, ഫാസ്റ്റ് വരട്ടെ. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ 2 ഫോൺ എടുത്ത് വെക്കേണ്ടി വരുന്നു. ഒന്ന് എൻ്റെ വീഡിയോ ഓണാക്കി വെക്കാനും, ഒന്ന് മറ്റൊന്ന് ടൈപ്പ് ചെയ്യാനും. കാരണം സാറ് ഇടയ്ക്കിടയ്ക്ക് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ കയ്യിലെടുക്കണം, ടൈപ്പ് ചെയ്യണം, അവിടെ തിരിച്ചു കൊണ്ടുവെക്കണം. എഴുതി വെക്കാൻ എത്ര തവണാന്നോ? ആദ്യമായിട്ടാണ് എടുക്കുന്ന ക്ലാസ്സിലല്ലേ, അതുകൊണ്ടാണ്. 2 1 1. തീർച്ചയായിട്ടും എഴുതി വെച്ചതെല്ലാം സാധിച്ചിരിക്കുമെന്ന് ഉറപ്പാണ്. അതിലൊരു സാധനമാണ് വേണ്ടത്. എഴുതി വെക്കുമ്പോഴെല്ലാം ഉറച്ച വിശ്വാസത്തോടെ പോസിറ്റീവായി മാത്രം എഴുതി വെക്കാൻ മറക്കാതിരിക്കുക. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ജേർണി ടു ഹാപ്പിനെസ്സിലും വിഷൻ ബോർഡിലും അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളിലെല്ലാം. എല്ലാ കോഴ്സിലും ഇത് വളരെ പ്രധാനമായി പറയുന്നു. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒക്കെ വളരെ പ്രധാനമായി പറയുന്നു, എഴുതി വെച്ചതെല്ലാം സാധ്യമാകും എന്നുള്ളത്. ഞാൻ ഒരു 5 ചോദ്യം പെട്ടെന്ന് ചോദിച്ചു പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും 5 മതി, എത്രയും പെട്ടെന്ന് ചോദിച്ചാൽ. ഞാൻ ക്ലിയർ ആയിട്ട് അതിന് മാർക്കുകളൊന്നും ഇന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ചോദ്യങ്ങളുടെ ഉത്തരം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകുന്നില്ല, അങ്ങനെ പോകുന്നില്ല. നിങ്ങൾ എഴുതി വെക്കുന്നു എന്ന് പറയുന്നവർക്കുള്ള ചോദ്യമാണ്. മറ്റുള്ളവർ ആലോചിച്ച് നോക്കുക. 1ാമത്തെ ചോദ്യം, നിങ്ങൾ അതിന് ഉത്തരം താഴെ എഴുതി വെച്ചോളൂ. 1ാമതായിട്ടുള്ള ചോദ്യം, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് വ്യക്തമാണോ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമാണോ? യെസ് ഓർ നോ എന്ന് എഴുതിയാൽ മതി നിങ്ങൾ. അല്ലെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ ആൻസറിൽ കൂടുതൽ പോകുന്നില്ല. ഇതിന്റെ പ്രധാനമായ ഘടകമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് വ്യക്തമാണോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമാണോ എന്നുള്ളതാണ്. യെസ്. 2ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് അതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ? 2ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എല്ലാം ഇതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ? ഇതെല്ലാം നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും ഇതിന് താഴെ കമന്റ് ചെയ്യണേ. ഇത് വരുന്ന സമയത്ത് ചോദ്യം വരുന്നവർ ഇപ്പൊ തന്നെ കമന്റ് ചെയ്ത് പോണേ. നിങ്ങൾക്ക് തുടർച്ചയായ പ്രവർത്തനങ്ങൾ ഉണ്ടോ?
ഇതിനെല്ലാം തുടർച്ചയായ പ്രവർത്തനങ്ങളുണ്ടോ? തുടർച്ചയും ശാസ്ത്രീയവുമായ പ്രവർത്തനങ്ങളുണ്ടോ? ഞാൻ പറയാനുള്ള കാരണം എഴുതി വെച്ചതെല്ലാം നടക്കും എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് ഉള്ള ചെറിയ ചിന്തകളൊക്കെ അവർക്ക് ആവശ്യമാണ്. ഇതിന് നിങ്ങൾ മാനസികമായ തയ്യാറെടുപ്പും കുറച്ചൊക്കെ എന്ന് പറയുന്നവർക്ക് ക്ലാരിറ്റി വരുത്തേണ്ട കാര്യമാണ്. അമ്പിളി കിച്ചൺസ് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ, ഡയറക്റ്റ് സിംഗിൾ ആയിട്ടേക്കണ്ട, ശരിയായ രീതിയിലില്ല. യെസ്, അവിടെയൊക്കെയാണ് നമുക്ക് മാറ്റം വരുത്തുന്നത്. സുജ, പ്രദീപ്, ശരിയായ രീതിയിൽ ഇല്ലാത്തതിനെ മാറ്റപ്പെടുത്താനാണ് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റിയാൽ മാത്രമാണ് അവിടെ നമുക്ക് ഇതെല്ലാം കൃത്യമായി വരാൻ പോകുന്നത് എന്ന് ഓർക്കുക. മാനസികമായ തയ്യാറെടുപ്പും ദൃശ്യവൽക്കരണവും ഉണ്ടോ എന്നുള്ള അടുത്ത ചോദ്യം. മാനസികമായ തയ്യാറെടുപ്പും ഇതിനെയൊക്കെ കാണാനുള്ള കഴിവും നിങ്ങൾക്കുണ്ടോ എന്ന്. ഇന്നലെ ഒരു സഹോദരി ഇവിടെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിക്കും കണ്ടതായി അനുഭവിച്ചു. ഇപ്പോൾ നേരത്തെ ദിവ്യ പറഞ്ഞതും ഒരു കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ അത് തൊട്ട് താഴെ കാണുക, അതിൻ്റെ വീഡിയോയിൽ താഴെ കാണുക എന്ന് പറയുന്നത് അത്രയും സിമ്പിളായിട്ട് കരുതരുത്. യാദർച്ഛികമല്ലത്. ദർ ഈസ് സംതിങ് യൂണിവേഴ്സൽ പവർ വിച്ച് ഈസ് വർക്കിംഗ് ഫോർ യു. ശ്രമമല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ഇറ്റ്സ് എൻ ഹാപ്പനിങ് ആണ്. ഒരു ശ്രമം നടത്തിയിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾക്ക് അടുത്ത ചോദ്യം കൂടി ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പോസിറ്റീവ് മാനസികാവസ്ഥയും ഇമോഷണൽ റിസൈലൻസും നിങ്ങൾക്കുണ്ടോ? ഇവിടെയാണ് നമ്മൾ പലപ്പോഴും യെസ്, മാനസികമായ തയ്യാറെടുപ്പുണ്ട്, വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ബോധപൂർവം മാനസിക തയ്യാറെടുപ്പ് ബോധപൂർവമായ പ്രവർത്തനമാണ്. ബോധപൂർവമായ പ്രവർത്തനമുണ്ട്, പക്ഷേ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ആക്ഷൻ നടക്കുന്നില്ല, ഓട്ടോ സജഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് വിഷ്വലൈസേഷൻ ഇല്ലാത്തത്. ദാറ്റ്സ് ബെസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ ബ്ലോക്കേജ് ഓഫ് സംതിങ് ബ്ലോക്കിംഗ് ഇൻ യുവർ മൈൻഡ്. അതെന്റെ പറയുന്ന പേരാണ് മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. മാലിന്യങ്ങൾ ഉള്ളവർക്ക് വിഷ്വലൈസേഷൻ സാധ്യമാവില്ല. നമുക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് വളരെ പെർഫെക്റ്റ് ആയാൽ മാത്രമേ വിഷ്വലൈസേഷൻ നടക്കുകയുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിൽ ആരോ ജേർണി ടു ഹാപ്പിനെസ് കോഴ്സിനെ പറ്റി ചോദിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് നമ്മൾ ചെയ്യുന്നത്, എനിക്ക് ഒരു കാര്യം കൂടി പറയാൻ പോകുന്നു. നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം ജേർണി ടു ഹാപ്പിനെസ്. അത്രയും ഡീപ്പായിട്ട് പോകേണ്ട ഒരു സാധനമാണത്. ജേർണി ടു ഹാപ്പിനെസ് ഈ മാലിന്യങ്ങളെ 10 മാലിന്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ളതാണ്. അത് ആ ക്ലാസ്സിനെ പറ്റി ഒന്ന് കൂടുതലായിട്ട് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ പറയാം, അത്രയും ഡീപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ക്ലാസ് ആണ് ജേർണി ടു ഹാപ്പിനെസ്. അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ബ്ലോക്കേജുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതും വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യുന്നതും എന്ന് മറക്കാതെ ഒന്ന് ഓർക്കുക. നെഗറ്റീവ് തോട്ട്സുകളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അരുണകുമാരി മാം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമുക്കൊന്ന് എടുത്തു പറയണം. സാറേ, ഞാൻ പണ്ട് ഇത് കറക്റ്റായിരുന്നു, പക്ഷെ ഇവിടെ നമുക്ക് ജീവിത പ്രാരാബ്ധത്തിൽ പലപ്പോഴും നമ്മളിൽ ബാഹികമായ, ഇന്നലെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടല്ലേ, ബാഹികമായ ചില ഇടപെടൽ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ അലൈൻമെന്റ് തെറ്റിപ്പോകും. നമ്മുടെ ബാഹികമായ ഇടപെടൽ എന്ന് വെച്ചാൽ അത് വീട്ടിലെ സാഹചര്യങ്ങളാകാം, സൊസൈറ്റിയിലെ സാഹചര്യങ്ങളാകാം, ജോലിയുടെ സാഹചര്യങ്ങളാകാം. ഇവിടെയൊക്കെ നമ്മൾക്ക് അലൈൻമെന്റ് തെറ്റിപ്പോകും. അത് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾക്ക് ബോധപൂർവ്വം ശ്രമിക്കും, പക്ഷെ എങ്കിലും അത് സാധ്യമാവില്ല എന്നുള്ളത്. അങ്ങനെയുള്ള സമയത്താണ് നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത്. അവിടെ നമ്മൾ കൃത്യമായി ആ പോയിന്റ് നിങ്ങൾ കാണിച്ചത് ഇവിടെ വെച്ച് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് അലൈൻമെന്റ്സ് എന്ന് പറയുന്ന ഘടകം. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് എല്ലാ ജീവിതങ്ങളെയും, ഒരുപാട് ജീവിതങ്ങൾ ഒരു ദിവസം കാണുന്നതാണല്ലോ, എല്ലാ ജീവിതങ്ങളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയാണ് പാളിച്ച വരിക. വെതർ ഒന്ന് പറയാം, പാളിച്ച ഉണ്ടോ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ചില പാളിച്ച ഇല്ല എന്ന് പറയാൻ പറ്റും. ചില ആൾക്ക് നിങ്ങൾക്ക് തോന്നില്ലായിരിക്കാം, വെറും പാളിച്ചകളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ജീവിതം എന്ന് പറയുന്നത് നേർരേഖയിൽ പോകുന്ന സാധനമൊന്നും അല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ശരി ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് മനസ്സിലായി. അത് നമ്മൾ പറയും ഇങ്ങനെയല്ല, വേണ്ട, സാരമില്ല, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇന്നലെ ഒരു പ്രിയപ്പെട്ട സഹോദരി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ ലൈഫിന്റെ ഒരു പാറ്റേൺ അവസ്ഥയാണ്, അതിൽ വലിയ കാര്യമായിട്ടൊന്നും പിടിച്ച് നിൽക്കണ്ട, അങ്ങനെയൊക്കെ ജീവിതം പോവുള്ളൂ. കാരണം അങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഉണ്ട് മറ്റുള്ള ചെറിയ വല്ലാതെ ഡൗൺ ആവുന്നവരോട് പറയും ഇങ്ങനെയാണ്, ഇത് മാറ്റിയാൽ മതി എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് നേരത്തെ അരുണകുമാരി മാം പറഞ്ഞത്. അത് ശ്രദ്ധിക്കുക. ജേർണി ടു ഹാപ്പിനെസ് കോഴ്സിൽ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. അത് പ്ലാൻ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് നിങ്ങൾ എടുക്കുക.
അപ്പോൾ അതിന് റിസൾട്ട് എടുക്കുന്നവർ അറിയില്ല, നമുക്ക് ആന്തരികമായ മാറ്റം വരുന്നത് അറിയില്ല, ഇതെവിടെയാണ് എനിക്ക് മാറുന്നത് എന്ന് അറിയണമെങ്കിൽ ഇപ്പൊ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന പോലെ ഇത്രയും ഇത് ഉണ്ടായിട്ട് പോലും എനിക്ക് ഇവിടെ എത്തി നിൽക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണോ അത് ഈ ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഐ ഓൾറെഡി ബിൽറ്റ് മൈ പാഷൻ. എൻ്റെ പാഷനേക്ക് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ പിന്നെ ശാരീരികമായ വിഷയങ്ങളൊന്നും നമുക്ക് ബാധിക്കില്ല. ഇത് വളരെ പ്രധാനമാണ്. ഇത് ജേർണി ടു ഹാപ്പിനെസ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള തിയറിയാണ്. കാരണം വെച്ചാൽ നമ്മൾ അതിലേക്ക് അലൈൻ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഒറിജിനൽ സെൽഫിലേക്ക് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, ബാക്കിയെല്ലാം ഇങ്ങനെ യൂണിവേഴ്സ് കൊണ്ടുപോയിക്കൊള്ളും. ഓട്ടോ സജഷൻ മോഡിൽ യൂണിവേഴ്സ് കൊണ്ടുപോകുന്ന പ്രക്രിയയിലേക്ക് എപ്പോഴാണോ നമ്മൾ അലൈൻ ചെയ്യപ്പെടുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ സ്റ്റേറ്റ് ഹൈവേയിലോ ഒക്കെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ യഥാർത്ഥം നമുക്ക് പോകേണ്ട നാഷണൽ ഹൈവേയിലേക്കാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഉള്ള ചെറിയ കെട്ടുകളൊക്കെയാണ് നമുക്ക് പ്രശ്നം. അതിൽ കയറി അതിൽ കയറി നമ്മൾ നാഷണൽ ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങ് 5th ഗിയറിലങ്ങ് പൊക്കോളും എന്നുള്ളതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ എങ്ങനെയാണ് ഈ സംഭവം നമുക്ക് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം അല്ലേ. നമ്മൾ എഴുതി വെക്കുന്നത് എന്തുകൊണ്ട് പ്രാധാന്യമാണ്, എന്തുകൊണ്ടാണ് നമ്മൾ എഴുതി വെക്കേണ്ടതെന്ന് മനസ്സിലാക്കണ്ടേ. പലർക്കും തോന്നിയിട്ട് എന്തിനാണ് എഴുതി വെക്കുന്നത്, എന്താണ് ഇതിനോട് കാര്യം? ഒന്നുമില്ല, നിങ്ങൾ ഒറ്റൊന്നും കൂടുതൽ ആലോചിച്ചിട്ട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. റിട്ടേൺ ഗോൾസ് ആക്ട് ആസ് എ ബ്ലൂ പ്രിന്റ് ഫോർ യുവർ സക്സസ് എന്ന് നെപ്പോളിയൻ ഹില്ല് നമ്മുടെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ആരും വായിച്ചിട്ടുണ്ടോ? തിങ്ക് ആൻഡ് ഗ്രോ വായിച്ചിട്ടുണ്ടോ? അത് ശരിക്കും വായിക്കേണ്ട ഒരു ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന വലിയൊരു പുസ്തകം. എൻ്റെ വളരെ വലിയ പുസ്തകമാണ്, അതിൻ്റെ ഒറിജിനൽ സെൽഫാണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ ഓരോ കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട്. അതിലുള്ള ഒന്നാണ് റിട്ടേൺ ഗോൾസ് ആർ ദ ബ്ലൂ പ്രിന്റ് ഫോർ യുവർ സക്സസ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും, നമുക്ക് ഇത് ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറയാം. നമ്മൾ എത്ര പേര് വീട് കെട്ടുമ്പോൾ ഒരു എന്താ പറയാ അതിൻ്റെ ഡ്രോയിങ് ഉണ്ടാക്കിയിട്ട് വീട് വെച്ചിട്ടുണ്ടെന്ന് നോക്കാട്ടോ. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കണം എന്നില്ല നമ്മൾ വീട്. പലപ്പോഴും വീട് കെട്ടണം എന്ന ആഗ്രഹം ഉണ്ടാവുള്ളൂ. എങ്ങനത്തെ വീട്, എങ്ങനെ വീട് ഒന്നുമില്ല. ആരെങ്കിലും പറയും ഈ ഡിസൈനോട് ഈ തറയുടെ ഒരു ഡിസൈൻ വരച്ച് തന്നിട്ട് ഈ വീട് കെട്ടിക്കുമെന്ന് പറയും, അല്ലെങ്കിൽ മേസ്ത്രി കെട്ടുന്നതാണ് നമ്മുടെ വീട്. ആ വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക? നമ്മളുടെ ആഗ്രഹപ്രകാരം, നമ്മുടെ ഐഡിയ പ്രകാരം, നമ്മുടെ ചിന്തകൾ പ്രകാരമല്ല നമ്മളൊരു വീട് കെട്ടിയെങ്കിൽ അവിടെ കയറി താമസിക്കുന്ന നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്നും സന്തോഷം കണ്ടെത്താൻ സാധിക്കുക? ഇത് വളരെ ഫണ്ടമെന്റലായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. പൊതുവെ ആൾക്കാർ ഇപ്പോഴും അത് ചെയ്യുന്നില്ല എന്നുള്ള ഒരവസ്ഥ. ഇപ്പൊ കുറച്ചൊക്കെ ഇപ്പൊ നിർബന്ധമായി അല്ലേ, പഞ്ചായത്തിലും മറ്റൊരു നിർബന്ധമായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു എന്നല്ല, അതും നമ്മൾ പ്രാഗിക്കൊണ്ടാണ് ചെയ്യുന്നത്. പഞ്ചായത്തുകാരൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരൻ്റെ നിർബന്ധം, ഞാൻ കാശ് കെട്ടി ഒരു വീടുണ്ടാക്കുന്നു, അതിന് എന്തിനാണ് ഇപ്പോൾ പ്ലാനും കാര്യങ്ങളൊന്നും. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ഘടകം. അപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്ന 10 കാര്യങ്ങൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്തു. അതിൽ 7 കാര്യങ്ങൾ നടന്നെങ്കിൽ ഇനി 50 കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ 40 നടക്കും. അപ്പോൾ അതാണല്ലോ കൂടുതൽ വേണ്ടത്. ദാറ്റ് ഇസ് ഗുഡ് തിങ്. വളരെ കറക്റ്റാണ്. വ്യക്തമായ ധാരണ ഉണ്ടാവണം വീട് വെക്കുമ്പോൾ. അത് വളരെ ശ്രദ്ധമാണ്. ലക്ഷ്യം എഴുതുന്നത് എന്തുകൊണ്ടാണ് പ്രാധാന്യമാകുന്നതെന്ന് കൂടി. നമ്മുടെ ലക്ഷ്യങ്ങൾ എഴുതുന്നത് ഒരു കൃത്യമായ ആസൂത്രണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ നമുക്ക് വ്യക്തമായി എന്ത് ആവശ്യമാണെന്ന് മനസ്സിലാക്കാനും ഏതിന് പ്രാഥമികത നൽകണമെന്നും മനസ്സിലാക്കാനും പറ്റും. അത് കൃത്യമായി മനസ്സിലാക്കണം. അതായത് നമ്മളിത് സംഭവിക്കുന്ന സയൻസ് എത്രയാണ്, ഞാൻ അത്രമാത്രം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ കൃത്യമായ അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുകയും പറയുന്നൊരു കാര്യം നമ്മൾ എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് സ്റ്റോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ അവസ്ഥ. ചിന്തിക്കുന്നൊരു കാര്യം പറയുക, പറയുന്നൊരു കാര്യം എഴുതുക. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തുകൊള്ളും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്താൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. കാരണം അവിടെ നിന്നാണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം. ചിന്തയുടെ ദൃഢത, ആഗ്രഹങ്ങൾ തയ്യാറാക്കുക, എല്ലാം ചേർന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി തയ്യാറാക്കുക, ഗോൾ സെറ്റിംഗ് ചെയ്യുക. എന്താണ് ആഗ്രഹം? സാധിക്കാത്തവർക്ക് വേണ്ടി ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് വരിക, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന്. അതുകൂടെ തന്നെ നമുക്ക് 2 ക്ലാസ് വേറെ കോഴ്സുകൾ കൂടിയുണ്ട്. വിഷൻ ബോർഡും
അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ സെപ്പറേറ്റ് ആ കോഴ്സ് വിൽക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടാവില്ല. ജേർണി ടു ഹാപ്പിനെസ്സിൽ അതിന്റെ കൂടെ നൽകും എന്നുള്ളത് കൊണ്ടാണ്. ജേർണി ടു ഹാപ്പിനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ വിഷൻ ബോർഡും ഗോൾ സെറ്റിംഗ്സ് വർക്ക്ഷോപ്പ് തന്നെ ഇരിപ്പുണ്ട്. അത് ചെയ്യാം, അതിലൂടെ വരാം. ഇത്രയുമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നു. ഇനി എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുക. ഞാൻ കുറച്ചു നേരം വോയിസ് റെസ്റ്റിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ച് അതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ? ബുക്സ് കോഴ്സിനും വേണ്ടവർ അഡ്മിനെ ബന്ധപ്പെടാൻ അഡ്മിൻ നമ്പർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡ്മിനെ വിളിക്കാം. നല്ല കോർഡിനേഷൻ രണ്ടുപേര് ചെയ്യുന്നുണ്ട് എന്നുള്ള സപ്പോർട്ടും ഇതും കൂട്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫീഡ്ബാക്ക് കിട്ടിയാൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ എന്താ പറയാ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ എന്താ പറഞ്ഞതിൽ അവരവർക്ക് സാധിക്കുന്ന രീതിയിലുള്ള പതുക്കെ എന്തെങ്കിലും അയച്ചാൽ മാത്രം മതി എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഗൂഗിൾ പേ നമ്പറുകൾ എല്ലാവർക്കും അറിയാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അൺമ്യൂട്ട് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. ഒരു കാര്യം ചോദിക്കാനേ സർ, ഇത് എഴുതുന്നതിന് ചോദിച്ചോ. ഇത് എഴുതുന്നതിന് പ്രത്യേക സമയം എന്തെങ്കിലും ഉണ്ടോ? രാവിലെ എഴുതണം, രാവിലെ നമ്മളെ മൈൻഡൊക്കെ നല്ല മൈൻഡൊക്കെ തെളിഞ്ഞിരിക്കുന്ന സമയത്താണോ എഴുതേണ്ടത്, അല്ല എപ്പോ വേണമെങ്കിൽ എഴുതാൻ പറ്റുമോ? മൈൻഡ് തെളിഞ്ഞിരിക്കുമ്പോൾ എഴുതുമ്പോൾ എഴുതുന്നതും തെളിയും. അപ്പൊ അതല്ലേ നല്ലത്, ശരി. അല്ലെ? താങ്ക് യു സർ. താങ്ക് യു സർ. എപ്പോ വേണമെങ്കിലും എഴുതിക്കോ, അങ്ങനെ കണ്ടീഷൻ ഒന്നുമില്ല. ഇത് നിങ്ങൾ ആക്ഷൻ പ്ലാൻ ആണ്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നാണ് എഴുതുന്നത്. അത് നിങ്ങൾക്ക് എപ്പോ ഓർമ്മ വരുമ്പോ അപ്പൊ എഴുതാം. അങ്ങനെ പിന്നെ റിപ്പീറ്റ് എഴുതിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അതുകൊണ്ടല്ലേ ഒരേ ഇത്രയും പുസ്തകങ്ങൾ ഞാൻ എഴുതുന്ന പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും എഴുതി ഒരേ കാര്യം പലപ്പോഴായിട്ട് റിപ്പീറ്റ് എഴുതുകയല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും പുസ്തകം എഴുതാനല്ലേ ഒരു പുസ്തകം പോരെ. ലൈഫിൽ ഗോൾ അങ്ങനെ ഒറ്റ പെർമനന്റ് ആയിട്ട് ഗോളൊന്നുമില്ല. നാളെ ഇന്ന ഗോളാണ് അത് തീരുമൊന്നുമില്ല. ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഗോൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു സമയത്തുമ്പോൾ നമ്മൾ അത് ഒന്നിലേക്ക് അലൈൻ ചെയ്യും. അതാണ് നമ്മുടെ ഒറിജിനൽ ഗോൾ എന്ന് പറയുന്നത്. ഗോൾ സെറ്റ് ചെയ്തത് മാറിക്കൊണ്ടേയിരിക്കും, പെർമനന്റ് ഒന്നും അല്ല. അങ്ങനെ ഒരു ഗോൾ എഴുതി ലൈഫ് ലോങ് ആണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ എനിക്കൊരു കോട്ട് വാങ്ങിക്കണം എന്നുള്ള ഗോൾ വെക്കും, എനിക്കൊരു കോട്ട് വേണം എന്നുള്ള ഗോൾ വെക്കും. നാളെ ഈ കോട്ട് മാറി സൂട്ടും കോട്ടും ആയും, സൂട്ടും കൂടി അതിനകത്ത് ആഡ് ചെയ്യും. പിന്നെ പറയും നമുക്ക് ഇന്ന് ബ്രാൻഡാന്ന് പറയും. എങ്ങനെ മാറി മാറി വരും, സ്വാഭാവികമാണ്. അത്രേ ഉള്ളൂ. വല്ലാണ്ട് പേരും എടുക്കണ്ട. അപ്പൊ എനിക്ക് എന്താ പറയാ, അരുണകുമാരി പറഞ്ഞു എന്റെ കാപ്പിത്തോട്ടത്തിൽ ഈ വർഷം ഇത്ര രൂപയുടെ വിളവുണ്ടാവണമെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ വിളവ് തന്നെ അടുത്ത വർഷം കൂട്ടാം. നിങ്ങൾക്ക് അടുത്ത ലക്ഷ്യത്തിലേക്ക് കൂട്ടാം. സ്വാഭാവികമാണ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. സൂസൻ പറഞ്ഞോ. നമ്മളത് കിട്ടി എന്നാണോ എഴുതേണ്ടത്? അത് അതായത് ഞാനിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്നത് ലഭിച്ചു എന്നാണോ എഴുതേണ്ടത്? അതോ ഗോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം, നിങ്ങളുടെ ലക്ഷ്യമാണ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നാണ് എഴുതുക. അഫർമേഷൻസ് ആണ് അങ്ങനെ എഴുതേണ്ടത്. മറ്റത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മൾട്ടി മില്യൺ ബിസിനസ്, എനിക്കൊരു മൾട്ടി മില്യൺ ബിസിനസ്സുകാരനാവണം, കാര്യമാവണം. അത് നിങ്ങളുടെ ലക്ഷ്യമാണ്. ലക്ഷ്യം എങ്ങനെ വേണം. അഫർമേഷൻസ് ആണ് കിട്ടി എന്നുള്ള രീതിയിൽ എഴുതണ്ടേ അല്ലേ സാർ? മറ്റേത് നിങ്ങളുടെ തോട്ട്സ് ആണ്, നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങൾക്ക് അതാവാനുള്ള ചിന്തകൾ, അതിലൂടെയല്ലേ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ നേടാൻ പറ്റും. സാർ നമ്മളെ വിഷൻ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഗോൾസ് സാറേ കറണ്ട് ഇല്ല, അതാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ വിഷൻ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഗോൾസിൽ ഇപ്പം നമുക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കാനുള്ള അതിനകത്ത് 5 എഴുതിയതിനകത്ത് ഒരു 4 നമുക്ക് നടന്നു എന്ന് വിചാരിക്കുക, നടന്നു. അപ്പൊ അത് നമ്മൾ നീ വെട്ടിയിട്ട് അത് വെട്ടിക്കളഞ്ഞിട്ട് പുതിയത് എഴുതണോ, അതോ വീണ്ടും ആദ്യം മുതൽ ഗോൾ സെറ്റ് ചെയ്ത് എഴുതണോ? വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ചോദിക്കണം സാറേ. അപ്പൊ നമുക്ക് ഈ ഒരു പക്ഷേ നടക്കേണ്ട ആദ്യം മുതലേ എന്ന് ചോദിച്ചു പറഞ്ഞത് എന്താണ്, മനസ്സിലായില്ല. ഹലോ സാറേ, ആദ്യം മുതലേ എന്ന് പറഞ്ഞത് എന്താണ്? പിന്നെ സർ ഞാൻ എഴുതി, അതായത് നമ്മളിപ്പം ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കേണ്ടത് 6 മാസത്തിനകം നടക്കേണ്ടത്, മിഡ് ടേം, ലോങ് ടൈം അങ്ങനെ ഉണ്ടല്ലോ.
അപ്പൊ നമുക്കിപ്പോ ഇപ്പൊ നടക്കേണ്ട സാധനങ്ങളിൽ ഒരെണ്ണം നടന്നു, ഒരു മിഡ് ടൈമിൽ ഇടയ്ക്ക് നടക്കേണ്ട ഒരെണ്ണം നടന്നു. അപ്പൊ നമ്മള് നടന്നപ്പോ ഞാനത് അങ്ങനെ ടിക്ക് ചെയ്ത് ഐ എം വെരി ഹാപ്പി എന്ന് എഴുതി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി അതിനകത്ത് വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഇനിയിപ്പോ പുതിയ ഗോള്, പുതിയ വിഷൻ ബോർഡിൽ പുതിയത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആദ്യം മുതൽ പുതിയ വിഷൻ ബോർഡ് എഴുതണം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കും. എന്തിനാ ഉണ്ടാക്കുന്ന പുതിയ വിഷൻ ബോർഡ്? കഴിഞ്ഞതിന് അവിടെ റീപ്ലേസ് ചെയ്താൽ പോരെ? ആ അത് വെട്ടി എഴുതാം. ഓക്കെ, വെട്ടില്ല, അവിടെ കൊണ്ട് വേറെ ഒട്ടിക്കാലോ. ശരി ശരി. എന്റെ മുകളിൽ വേറെ എഴുതി ഒട്ടിച്ചാ പോരെ? ഓക്കെ. സാറേ, റെക്കോർഡഡ് ക്ലാസ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, എറർ കാണിക്കുന്നു. എന്താണ്? സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കാവോ? എന്താണ് കാണിക്കുക? ഇപ്പൊ ഏകദേശം ക്ലിയർ ആയല്ലോ അത് ഇന്നലെയും പറഞ്ഞു, ചില ഫോണുകൾക്ക് നിങ്ങളുടെ മെമ്മറി ഡിപ്പെൻഡ് ചെയ്തതാണ്. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ബ്രൗസർ ക്ലിയർ ആക്കി കിട്ടും. ഓക്കെ സാർ, ബ്രൗസർ ഒന്ന് ക്ലിയർ ആക്കുക. ഇന്നലെ ഞാൻ ഒരാൾ നോക്കിയപ്പോ 44 ഇത് ടാബുകൾ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഫോണിൽ. 44-50 ടാബ് ഒന്ന് ഓൺ ആക്കിയ ഫോണിൽ റാം ഉണ്ടാവില്ല. അതിലൊന്ന് ക്ലിയർ ചാറ്റ് അടിച്ചിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ വർക്ക് ചെയ്യും. ചില ഫോണിലും വിഷയമുണ്ട്. ചിലത് കിട്ടിയില്ലെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി, നമുക്ക് ചെയ്യാം. ലിങ്കിനകത്ത് ഫസ്റ്റ് ഷെയർ ചെയ്ത ലിങ്ക് കിട്ടുന്നില്ല, ഷെയർ ചെയ്ത ലിങ്കിലാണ് ഇപ്പൊ കിട്ടുന്നത്. ലോ ഓഫ് അട്രാക്ഷന്റെ ഫസ്റ്റ് ലിങ്കിന്റെ അത് കിട്ടുന്നില്ല, പുതിയതായിട്ട് ഷെയർ ചെയ്ത ലിങ്കിനകത്ത് കിട്ടുന്നുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്തില്ലേ? പഴയത് അപ്ഡേറ്റ് ഫസ്റ്റ് ലിങ്കിനകത്ത് എറർന്ന് കാണിക്കുന്നുണ്ട്. അതെ, അല്ല അത് അപ്ഡേറ്റ് ചെയ്തല്ല പുതിയ ലിങ്ക് വന്നത്. അത് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. പുതിയത് ഉപയോഗിച്ചോളൂ, പുതിയത് കിട്ടുന്നുണ്ടല്ലോ. അതെ, അതുപോലെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ 444-ന്? ഞാനിപ്പോ കോഴ്സിന് ചേർന്ന് 444 കാണുന്നതില് എന്തെങ്കിലും ക്ലാസ് നമ്മൾ എടുത്തല്ലോ സാറേ. 333 അല്ലേ എടുത്തത്? 444 ക്ലാസ് നമ്മൾ എടുത്തല്ലോ. ഇല്ല, 444 കണ്ടില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ 444 ഉണ്ടായിരുന്നല്ലോ. യൂട്യൂബിലുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് 444 എടുത്തിട്ടില്ല. 111 333 444 555 വരെ അന്ന് എടുത്തു. പിന്നെ 888 അന്ന് എടുത്തു. 777 999 മാത്രമാണ് ആദ്യം എടുക്കാതെ, അതിപ്പോ എടുത്തു. സുജ എഴുതിയത് നിസ്സാര വിഷയം ഉണ്ടായാലും മനസ്സിൽ ഭയങ്കര സങ്കടമാണ്, അത് മാറുന്നില്ല സാർ. അതിന് റീസൺസ് ഒരു റീസണാണെന്ന് പറയാൻ പറ്റില്ല. ഇന്ന റീസണിലാണ് നിങ്ങൾക്ക് പറ്റാത്തത്. ചിലപ്പോൾ നിങ്ങൾ ബയോളജിക്കൽ ആയിട്ടുള്ള വിഷയമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ വിഷയമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും തോന്നലാവാം. അത് ശരിക്കും അനലൈസ് ചെയ്തിട്ട് ഒരു മറുപടി പറയാൻ പറ്റുള്ളൂ. നിസ്സാര വിഷയങ്ങൾ ഉണ്ടായാലും മനസ്സ് സങ്കടം ഉണ്ടാവുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. അത് അനലൈസ് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ ആർക്കും? നമുക്ക് പിരിയാം. സാർ, ഞാനൊരു കാര്യം പറയണം. സരിതയാണ്. എന്റെ ഒരു ഫ്രണ്ട് എന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന കുട്ടിയാണ്. വളരെ ഒരു ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. ആ കുട്ടിക്ക് ഞാൻ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോ ചെറിയ ചെറിയ കറക്ഷൻസ് സാർ പറഞ്ഞപ്പോ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ആ കുട്ടി ഇന്നലെ വിളിച്ചിട്ട് പറയാം, വലിയ മാറ്റങ്ങൾ ആ കുട്ടിക്ക് വന്നു. ഹസ്ബൻഡിന് തീരെ ജോലി ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ 3 ഇടത്തുനിന്ന് ജോലിക്ക് വിളി വന്നത്. ഇന്ന് തൊട്ട് ഒരു ജോലിക്ക് പോയി തുടങ്ങി. അടുത്തത് നല്ലൊരു ജോലിയാണെന്ന് തോന്നുന്നു. അതിന് ഏതാ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനായി. ഇപ്പോ പെട്ടെന്ന് വന്നപ്പോ സാമ്പത്തികമായിട്ടും അവർ ഭയങ്കര ഡൗൺ ആയിട്ട് തന്നെ ഇരുന്നിരുന്നു. അപ്പൊ എല്ലാം ഭയങ്കര പോസിറ്റീവ് സൈൻ ആയിട്ട് കാണണം എന്ന് പറയാൻ. ഇതില് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇന്നലെ സാറിന്റെ ക്ലാസ് ഡയറക്റ്റ് കയറാൻ പറ്റിയിട്ടില്ല. ഇന്ന് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ജെറിൽ എന്നാണ് ആ കൊച്ചിന്റെ പേര്. കയറിയിട്ടുണ്ടോന്ന് അറിയില്ല, ചിലപ്പം കയറിയിട്ടുണ്ട്. കയറണം എന്ന് പറഞ്ഞ് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ജസ്റ്റ് സാറിന്റെ ക്ലാസ് കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ, ഇന്ന മാതിരിയാണ്, ഇന്ന ആളുടെ ക്ലാസ് ആണ്, അപ്പൊ ഇന്ന മാതിരിയാണ് സാറ് ക്ലാസ് എടുത്തത്. കയറിയിട്ടുണ്ടോ? ഓ, കയറിയിട്ടുണ്ട്. മുഖം കാണിക്കൂ. മുഖം കാണിക്കുന്ന സമയമാകുമ്പോൾ മുഖം ഓപ്പൺ ആക്കാം കേട്ടോ. ഡോൺ വറി, യു വിൽ ബി ഇൻ ഒരു സമയം വരെ നിങ്ങൾ മുഖം കാണിക്കാൻ, അപ്പൊ സംസാരിക്കാം കേട്ടോ. നോ പ്രോബ്ലം.
മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഞാൻ അതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങളോട് എല്ലാവരും. ഇതിനിടെ എല്ലാം ഓർക്കുന്നില്ലല്ലോ. ഇന്ന് 30-ാം തീയതിയാണ് നമ്മുടെ കൊച്ചി പ്രോഗ്രാമിന്റെ ഫൈനൽ ദിവസം. ഇന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ഏറ്റവും അവസാന ദിവസം ഇന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് പറയണം അഡ്മിനോട്. പേരും നമ്പറും കൊടുക്കുക. പേയ്മെന്റ് നിങ്ങൾ ലേറ്റ് പിന്നെ അയക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ ഹോളൊന്ന് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ആൾക്കാർ വന്നത് വളരെ കുറവാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത നിങ്ങൾ ആദ്യം കാണിച്ച ഇൻട്രസ്റ്റുള്ള ആൾക്കാരും എന്തുകൊണ്ടും അറിയില്ല, ചിലപ്പോൾ അവസാന നിമിഷം ഉണ്ടായെന്ന് വരും. ഇത്രയും ആൾക്കാരായ നമുക്കൊരു ഹോള് ഫിക്സ് ചെയ്യാൻ കുറച്ച് എന്താ പറയുക, അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യം നടക്കില്ല. അതുകൊണ്ട് എല്ലാവരും താല്പര്യമുള്ളവരെല്ലാവരും ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാൻ. അവസാന നിമിഷത്തേക്ക് റെസ്റ്റ് ആവരുത്. കാരണം നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അതുകൊണ്ട് എല്ലാവരും പേര് കൊടുക്കുക. നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കാനാണ് വിഷയമെങ്കിൽ നോ പ്രോബ്ലം. പേയ്മെന്റ് നിങ്ങൾ പിന്നെ അടച്ചാലോ അല്ലെങ്കിൽ അന്ന് അവിടെ വെച്ച് അടച്ചാലോ ഒക്കെ മതിയാവും, കുഴപ്പമില്ല. ഒരു അഡ്വാൻസ് പേയ്മെന്റ് മാത്രം 100, 200, 500, 1000, 2000, 5000 അഡ്വാൻസ് പേയ്മെന്റ് മാത്രം കൊടുത്താൽ മതി. ആരും മടി കാണിക്കരുത്. കാരണം അന്ന് ഈ കാണുന്നതായിരിക്കില്ല നിങ്ങൾ കാണുന്ന മറ്റൊരു രീതിയായിരിക്കും. നമ്മുടെ ക്ലാസ്സിന്റെ ലൈവ് സെഷന്റെ മറ്റൊരു തരത്തിലായിരിക്കണം. നിങ്ങൾ ഓരോ ആൾക്കാരോടും ഇറങ്ങി നിന്നുകൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കുക. അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് അങ്ങനെയൊന്നും ആയിരിക്കില്ല. വ്യത്യസ്തമായൊരു സംഭവമായിരിക്കും അന്ന് അവിടെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ആരും മടി കാണിക്കരുത്. നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട്, ആരും വരാതിരിക്കരുത് എന്നുള്ളതാണ് പ്രത്യേകം പറയുന്നത്. സാഹചര്യങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങും. കാരണം മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങൾ താല്പര്യം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് വരുത്താനുള്ള വഴി ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ താല്പര്യമില്ലാത്ത ഒരാളെ മാനിഫെസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. ഓക്കെ, താങ്ക് യു. കൂടെ വരാൻ ആളില്ല എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. കൂടെ വരാൻ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. എത്ര പേര്, ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ഇതൊരു ഒരു സിംഗിൾ ആളല്ല, ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളെ വന്ന് ഞാൻ മുമ്പ് കണ്ടതാണ്. നിങ്ങൾ വന്നിട്ട് അവിടെ വന്ന് കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരെ നമുക്ക് കാണിക്കും. പിന്നെ ഞാൻ ആരും ഈ കഥ ഇവിടെ പറഞ്ഞല്ലോ, ഇതേപോലെ പുറത്തിറങ്ങി വന്നപ്പോൾ മറ്റൊരാളെ കൊട പിടിച്ച കഥ അല്ലേ, ഇതുപോലെ ആയിരിക്കും സംഭവിക്കുന്നത്. ഒരാൾ വന്നിട്ട് വാ പോര് ഞാൻ കൊണ്ടുപോകാന്ന് പറയുന്ന അവസ്ഥ വരും. അതൊക്കെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് മാനിഫെസ്റ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയല്ലേ. ആൾക്കാർ വന്നിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റും. നിങ്ങൾ പേര് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിക്ട് അനുസരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ഇതുണ്ടാക്കും. അതിനൊരു അഡ്മിൻ ടീം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരോട് അതിനൊരു കോർഡിനേഷൻ ടീം തന്നെ ഉണ്ട്. അവർ കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ കോർഡിനേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ടേഷൻ തരുമെന്നല്ല, അതിന്റെ വഴികളൊക്കെ. അപ്പോൾ ജേർണി ടു ഹാപ്പിനെസ് കോഴ്സിന്റെ അഡ്മിഷൻ ക്ലോസ് ഇല്ല, എപ്പോഴും ഓപ്പൺ ആണ്. നമ്മുടെ അഡ്മിഷൻ ഒന്നും ഒരിക്കലും ക്ലോസ് ആവുന്നതല്ല. ഈ ഓഫറുകൾ മാത്രമേ ഇടയ്ക്കുണ്ടാവുള്ളൂ, മറ്റെല്ലാം ഓപ്പൺ ആണ്. ക്ലോസിംഗും ഇല്ല, എൻഡിങ്ങും ഇല്ല, അല്ലെ എന്താ പറയുക, സ്റ്റാർട്ടിങ്ങും ഇല്ല, എൻഡിങ്ങും നമുക്കില്ല. നമ്മുടെ ആലത്തൂർ എപ്പോഴും ഇതാണ് ഓപ്പൺ ടു എവറി വൺ. ഒരു തുറന്നിട്ട വാതിലാണ് നമ്മുടെ. എപ്പോഴും വരാം, എപ്പോഴും ഉപയോഗിക്കാം. ഒരിക്കലും നിങ്ങൾ ആരും എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനകത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ താങ്ക് യു ഓൾ. ഇന്ന് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ അവൈലബിൾ ആണോ? അല്ല, കോഴ്സിനകത്തല്ല, ഇൻബിൽട്ട് ഇല്ല. കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകും, കോഴ്സിനകത്തില്ല. നിങ്ങൾക്ക് രണ്ടും കൂടി നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തില്ലേ രേഷ്മ അല്ലേ? നിങ്ങൾ ജോയിൻ ചെയ്തില്ലേ ഇത്? ഇല്ല, ഞാൻ ഇന്ന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. ഫണ്ടിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്മിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടും ഞാൻ ക്ലബ് ചെയ്തിട്ട് ഒരു ഓഫർ തരാൻ പറയാം. ഇപ്പൊ രണ്ടിനും ഓഫർ ഇല്ലാത്ത സമയമാണ്. രണ്ട് ഫുൾ പേയ്മെന്റ് ആണുള്ളത്. പക്ഷെ നിങ്ങൾ ഒന്ന് അഡ്മിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ, നിങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നു അല്ലേ ഈ കാര്യം? സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു ഓഫർ തരാൻ വേണ്ടി ഞാൻ പറയാം കേട്ടോ. കുഴപ്പമില്ല സാർ. പണം ശരിയാവാത്ത കാരണം പണം ശരിയാവും. നിങ്ങൾ ശരിയാവില്ലെന്ന് പറയണ്ട, പണം ശരിയാവുക തന്നെ ചെയ്യും. വരാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ അതിയായി ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടാനായി പ്രപഞ്ചം നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്നല്ലേ പഠിപ്പിച്ചത്? അപ്പോൾ ശരിയാവുന്നില്ല. 100 രൂപ കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ, ബാക്കി കാര്യം വന്നോളൂ. ഇനി ആയില്ലെങ്കിലേ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് വരുത്തിക്കൊള്ളാം, പ്രശ്നമില്ല. അത്രയും പവർ എനിക്ക് ഉണ്ടാവില്ലേ? ഓക്കെ, യെസ്, ഓഫ്ലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. അപ്പൊ നമുക്ക് വേറെ ഒന്നും ആർക്കും വേറെ ഒന്നും പറയണ്ട, പെട്ടെന്ന് പറഞ്ഞോളൂ. എഴുതി വെക്കുന്ന കാര്യം കുറിച്ച് എന്റെ അനുഭവം പറയട്ടെ സാർ? പറഞ്ഞോളൂ. സാർ സംസാരിക്കണ്ട. സാർ സംസാരിക്കാതിരിക്കാനാണ് ഞാൻ ഇതേവരെ പറയാതിരുന്നത്. അതായത് ഞാൻ കുറെ അഫർമേഷൻ എഴുതാറുണ്ട് സാർ, പക്ഷെ എപ്പോഴും എനിക്ക് സാറിന് യു നോ ദാറ്റ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് സാറിനറിയാം. അപ്പൊ ഞാൻ എപ്പോൾ അഫർമേഷൻ എഴുതാൻ എടുത്താലും എനിക്ക് ലൗകികമായിട്ടുള്ള ഒന്നിനെയും കുറിച്ച് അങ്ങനെ എഴുതാൻ വലിയ താല്പര്യം തോന്നില്ല സാർ. എപ്പോഴും വന്നിട്ട് അത് സ്പിരിച്വാലിറ്റിയെ കുറിച്ചായിരിക്കും ഞാൻ അധികവും എഴുതുന്നത്. അങ്ങനെ ആയാൽ പോലും
there are lots of changes. എൻ്റെ മനസ്സിലും അതുമാതിരി തന്നെ ഫാമിലിയിലും ചുറ്റുപാടിലും എല്ലാം ചേഞ്ചസ് ഓബ്വിയസ് ആണ് സർ. പിന്നെ എന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് എവറിത്തിങ് സീം ടു ബി ചേഞ്ച്. പണ്ടൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ട്രെസ് കൊണ്ട് പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പായിരുന്നു. ചെറിയ നിസ്സാര കാര്യങ്ങൾ കേട്ടാലും ഭയങ്കര വിഷമാകും. ഒറ്റയ്ക്കിരുന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് സ്ട്രെസ്സായിട്ട് എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് 80% ഇറ്റ്സ് ഡ്യൂ ടു സ്ട്രെസ് എന്നായിരുന്നു. ഇപ്പൊ എനിക്ക് സ്ട്രെസ്സേ ഇല്ല. 2-3 ദിവസമായിട്ട് എനിക്ക് സ്കൂൾ അവധിയായിരുന്ന സമയത്ത് എനിക്ക് സമയം തികയുന്നില്ല ഒന്നിനും. എപ്പോഴും ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിട്ട് എൻഗേജ്ഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ലെസൺസ് കേൾക്കുന്നു, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നു. ഇതിന് മാത്രമേ സമയം കിട്ടുന്നുള്ളൂ, വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല. പിന്നെ ഇപ്പൊ മെന്റലി പണ്ടൊക്കെ ഞാൻ എല്ലാവരോടും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഇപ്പൊ എല്ലാവരോടും അതേ സ്നേഹമുണ്ട്. പക്ഷെ ആ ഒരു അങ്ങനത്തെ ഒരു ഡീപ്പ് അറ്റാച്ച്മെന്റ് ഇല്ല. എന്ന് വെച്ചാല് ആ സ്നേഹം അതുമാതിരി തന്നെയുണ്ട്. ബട്ട് ആ പഴയ ഒരു ടെൻഷനും വെപ്രാളും അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഐ ഫീൽ സോ കൂൾ ആൻഡ് ഫ്രീ ആൻഡ് കാം. താങ്ക് യു വെരി മച്ച് സർ. മറ്റേ കാര്യങ്ങളെല്ലാം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാജുവലി ശരിയാകുമെന്ന് എനിക്ക് മനസ്സിലാതെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊരു വറിയും തോന്നുന്നില്ല ഇപ്പോ. താങ്ക് യു സർ. സർ ഒന്നും പറയണ്ട. സ്നേഹപൂർവമായ ആ ഒരു അതിനെ ഞാൻ അതേപോലെ പരിഗണിക്കുന്നു തീർച്ചയായും. അപ്പൊ നമുക്ക് പിരിയാമെന്നാൽ.